ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെ സംസ്ഥാനത്ത് പ്രതീക്ഷയുടെ ചാകര. നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം മത്സ്യബന്ധന യാനങ്ങൾ കടലിൽ പോയി തുടങ്ങി. കൊല്ലം നീണ്ടകരയിൽ നിന്നും കണ്ണനായർ ചേരുന്നുണ്ട്. കണ്ണനായർ, ഗുഡ് മോർണിംഗ്. നീണ്ടകരയിലാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊരു അധിക ഉത്സാഹമൊക്കെ തോന്നുന്നുണ്ട്. എന്താണ് നീണ്ടകരയിലെ അവസ്ഥ? ഈ ട്രോളിംഗ് നിരോധനമൊക്കെ കഴിയുന്ന സമയത്ത് ഒരു ഉത്സവത്തിന്റെ ഛായ പ്രതീതിയാണ് സാധാരണ ഉണ്ടാവാറ്. എന്തായാലും ഇന്നു മുതൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കിട്ടിയത് മോശം മീനാന്നല്ല, പക്ഷേ ഇന്ന് കടലിൽ നിന്ന് നേരിട്ട് പിടിച്ചുകൊണ്ടുവരുന്ന മീൻ കഴിക്കാൻ സാധിക്കുമെന്നുള്ളൊരു സന്തോഷമുണ്ട്. ഇപ്പോൾ നീണ്ടകര ശക്തികുളങ്ങര ഹാർബറിലാണ്. നീണ്ടകര ഹാർബർ എതിർഭാഗത്ത് കാണുന്നത് തൊട്ടിപ്പുറത്ത് ശക്തികുളങ്ങര ഹാർബറാണ്. ആ ഹാർബറിലാണ് ഞാനുള്ളത്. ഈ സമയത്തൊക്കെ തന്നെ വലിയ ബോട്ടുകൾ ഇവിടെയൊക്കെ മത്സ്യബന്ധനം കഴിഞ്ഞ് എത്തേണ്ടതാണ്. രാത്രി 12 മണിയോടുകൂടി ശക്തികുളങ്ങര ഹാർബറിൽ നിന്ന് പോയ ബോട്ടുകളാണ് കൂടുതലും ഇപ്പോഴെത്തുന്നത്. ഏതാണ്ട് ഒരു 6 മണിക്കൂർ 8 മണിക്കൂർ അല്ലെ 10 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്ക് തിരികെ എത്തേണ്ടതാണ്. സാധാരണ 10 മണി ആകുമ്പോഴേക്ക് ഈ നീണ്ടകര ശക്തികുളങ്ങര ഹാർബർ പൂർണ്ണമായും ഈ മീനുകളെ കൊണ്ട് നിറയേണ്ട ഒരു അവസ്ഥയാണ്. നിലവിൽ ഇപ്പോൾ ബോട്ടുകൾ ഇവിടേക്ക് എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള പീറ്റർ മത്യാസ്. 52 ദിവസം കഴിഞ്ഞ് വലിയ പ്രതീക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതെ, ഞങ്ങൾ വലിയ പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. കാരണം ഈ പ്രാവശ്യം കാലാവസ്ഥ ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ അനുകൂലമായിരുന്നു. നല്ല മഴയും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു. പ്രതീക്ഷയുണ്ട്. പക്ഷേ ബോട്ടുകൾ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. ഇത് ഒരു വ്യക്തമായ ഒരു പിക്ചർ നമുക്ക് പറയാനായില്ല. ആദ്യം വരുന്ന ബോട്ടുകൾ കരിക്കാടി ചെമ്മീനാണ് ഉള്ളത്. അത് വന്ന ബോട്ടുകൾ വളരെ കുറഞ്ഞ ചെമ്മീനുകളാണ് ഉള്ളത്. ഏകദേശം ഒരു 11 മണിയോടുകൂടിയൊക്കെ നമുക്കിതിൻ്റെ ഒരു പിക്ചർ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാൻ തോന്നുന്നു. ആ ദൃശ്യങ്ങളിൽ വലിയൊരു ബോട്ട് വന്നിട്ടുണ്ട്. ആ ബോട്ടിനകത്ത് പീറ്ററേട്ടൻ പറഞ്ഞ പോലെ കരിക്കാടി ചെമ്മീനാണ്. കരിക്കാടി ചെമ്മീൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ ചെമ്മീനാണ്. ആ ചെമ്മീനാണ് സാധാരണ ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്ന ശേഷം സാധാരണ വരാറുള്ളത്. ഒരൊറ്റ ബോട്ട് മാത്രമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ആ ബോട്ട് വന്നപ്പോഴേക്കും അവിടെ കാത്തു നിന്ന ആൾക്കാർ, കാര്യം ഈ ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്ന ദിവസം ആദ്യത്തെ ഒന്നാമത്തെ ദിവസം തന്നെ എത്തി മത്സ്യം വാങ്ങാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലുള്ള ആൾക്കാരുണ്ട്.